108 സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം, എല്ലാവരെയും ദൈവം രക്ഷിക്കുന്നില്ല. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക്. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഇനി ദൂത് തുടങ്ങി അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ, നിനക്ക് ദൈവത്തിന് നിന്നോട് പ്രിയമുണ്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ദൈവത്തിന് നിന്നോട് നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് തന്നെ വലം കൈകൊണ്ട് രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോട് പ്രിയമുള്ളത് കൊണ്ട് നീ ചിന്തിച്ചതിനൊക്കെ ഒത്തിരി അപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. എല്ലാവരും നിന്നെ വെറുക്കുമ്പോഴും ദൈവം പറയാ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എത്ര പേര് ആമീൻ പറയും? നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എല്ലാ മാനുഷിക കാര്യങ്ങളും കൈവിടുമ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ദൈവം രക്ഷിക്കുമെന്ന്? അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുന്ന ഓർത്തോണം, നിങ്ങൾ വിജയിക്കാൻ തുടങ്ങിയേക്കുക. എപ്പോഴും ദൈവം രക്ഷിക്കും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്ത് പറ, ദൈവം നിന്നെ രക്ഷിക്കട്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ഹല്ലേലൂയ. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. എത്ര പേര് ആമീൻ പറയും? ദൈവം ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം രക്ഷിക്കുമെന്ന്. സ്തോത്രം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് പറയുകയാണ്, നിന്നെ ദൈവം രക്ഷിക്കുന്ന വർഷമാണ്. ഏത് കുരുക്കിനകത്തകപ്പെട്ടാലും, ആർക്കും അഴിക്കാൻ കഴിയാത്ത കുരുക്ക്, കാട്ടുവള്ളി വൃക്ഷത്തെ കയറി വരിഞ്ഞ് മുറുക്കി ആ വൃക്ഷത്തിൻ്റെ ശിഖരം വരെയുള്ള ഓരോ ഇലകളെ ചുറ്റിക്കിടക്കുവാണെങ്കിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആ ചുറ്റടിക്കാൻ കഴിവുള്ളവൻ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. നിന്റെ ആരോഗ്യത്തെ ചുറ്റിക്കെട്ടി ഒരു കിടക്കയിൽ ബന്ധിച്ചിടാൻ തീരുമാനിച്ചെങ്കിൽ യേശു പറയുന്നു, നിന്റെ രോഗ കിടക്കയെ മാറ്റിവിരിക്കാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ പറയണം, ഞാൻ തകരത്തില്ല, എന്നെ ദൈവം രക്ഷിക്കും. ഒരു രാജാവ് ഒരിക്കൽ പറഞ്ഞ കേട്ടോണേ, ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞ കേട്ടോണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കണം. സത്രം. ആ വാക്യത്തിന് അണ്ടർലൈൻ ഇട്ടില്ല, ഇന്ന് അണ്ടർലൈൻ ഇടണം. വായിച്ചേ. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. രാജാവ് പറയും, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെ നോക്കി, നിന്നെ രക്ഷിപ്പാൻ എൻ്റെ ദൈവം ഒരുങ്ങിയിരിക്കുക. നിന്റെ ജീവന് വില പറഞ്ഞുകൊണ്ട് പിശാച് വാദിച്ചോണ്ടിരിക്കുക. നിന്റെ ആയുസ് തീരാൻ പോകുവാന്ന് രാജാവ് പറയുക, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. എനിക്കെന്തോ ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു ബോധ്യം പറയുക. നിന്റെ വീട്ടിനകത്തെ സാഹചര്യങ്ങൾ മാറാൻ പോവുക. നിന്റെ വീട് മരണ വീടെന്ന് ചിലരിട്ട വിധി പൊട്ടാൻ പോവുക. നിത്യരോഗിയെന്ന് നിന്റെ മേൽ അടിച്ച സ്റ്റിക്കർ ദൈവം വലിച്ചു കീറാൻ പോവുക. അല്ല, നിന്റെ ശാപങ്ങൾ ഒഴിയുന്നു, നിന്റെ രോഗങ്ങൾ ഒഴിയുന്നു. മനസ്സിൽ പറയണം, ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേര് മനസ്സിനകത്ത് ആ ദൂത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തരുന്നുണ്ടോ? അടുത്ത് നെഞ്ചത്തൊന്ന് കൈവച്ചു പറ, ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്താന്ന് വായിച്ചോ? ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എന്റെ ഗീതങ്ങളെ പാടും. നിന്റെ ഗീതങ്ങളെ പാടും. എന്താ മോനെ പാട്ട് നിർത്താത്തെ? ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുന്നു. എന്താ കാഴ്ച? എന്നെ രക്ഷിപ്പാൻ എൻ്റെ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ദൂത് കേട്ടാണ് ഈ മെസ്സേജ് ഉണ്ടാക്കിയത്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജനത്തോട് പറ, ഈ സാഹചര്യം മാറും, ഈ അവസ്ഥ മാറും, നിന്നെ രക്ഷിപ്പാൻ യേശു ഒരുങ്ങിയിരിക്കുന്നു. ചില വീടുകളുടെ അന്തരീക്ഷങ്ങൾ മാറുക. നിന്നോട് ദൈവം തൊട്ട് സംസാരിക്കുക. നിന്റെ അടുക്കൽ ഒരു രക്തബന്ധങ്ങളുമില്ല, പക്ഷേ യേശു പറയുന്നു, നിന്നെ രക്ഷിപ്പാൻ